പ്രതിരോധം അപരാധമല്ല എന്ന് NDF ക്യാമ്പയിൻ നടത്തുന്നു. തീവ്രവാദം പ്രതിരോധമല്ല എന്ന് നമ്മൾ പറയുന്നു. അതാണ് വിഷയം. ശരി, അപ്പോൾ ഈ നബിമാർ അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവരാണ്, നിലനിർത്താൻ വേണ്ടി വന്നവരാണ്, പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഈ ഇസ്ലാമിനെ നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, അതിൻ്റെ ബാധ്യതയെപ്പറ്റി, സാധ്യതയെപ്പറ്റി ഏറ്റവും അറിയാവുന്നവർ പ്രവാചകന്മാരാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവർ NDF ഉണ്ടാക്കിയോ, ISS ഉണ്ടാക്കിയോ, PDP ഉണ്ടാക്കിയോ, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയോ, സിമി ഉണ്ടാക്കിയോ, ടൈഗർ ഫോഴ്സ് ഉണ്ടാക്കിയോ, VC ഉണ്ടാക്കിയോ? ഇല്ല. പിന്നെന്താ? നമ്മൾ കാണുന്നത് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ 99% ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് സഹിക്കുന്നതാണ്, ക്ഷമിക്കുന്നവരാണ്, ഇതാണ്, തല്ലുകൊള്ളുന്നതാണ്. ഇല്ലേ? ഒരു രാജാവ് ഉണ്ടാകുമ്പോൾ യുദ്ധമുണ്ടാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലശേഷം ആ ചരിത്രം നിങ്ങൾ ഓർമ്മിക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ് വന്നത്? ഈജിപ്തിൽ ആരുടെ പ്രവാചകനായിട്ടാണ് വന്നത്? ഇസ്രായേലിയുടെ. ആരാണ് ഇസ്രായേൽ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യാക്കൂബ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചങ്ങാതിയുടെ പേരക്കുട്ടിയുടെ മക്കളാണ് ഇസ്രായേൽ മക്കൾ. അതാരാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമും ബിന്യാമീനും 10 സഹോദരങ്ങളും 12 സഹോദരങ്ങളും. പ്രവാചകനാണ് വാപ്പ, പ്രവാചകനാണ് വല്ലിപ്പ. ആ വല്ലിപ്പ അള്ളാഹിൻ്റെ ചങ്ങാതിയാണ്. എന്നിട്ട് അവരെവിടെയാ? അവർ ഫിർഔൻ്റെയും പ്രമാണിമാരുടെയും അടുക്കളയിൽ, കുപ്പത്തൊട്ടിയിൽ വിഴുപ്പലക്കുന്നു, എച്ചിൽ തിന്നുന്നു. അവരെവിടെയായിരുന്നു? അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി അനിസ്ലാമിക ഗവൺമെൻറ് കീഴിൽ, താവൂത്തി ഗവൺമെൻറ് കീഴിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ പറയുന്നത് താവൂത്തി ഗവൺമെൻറ് കീഴിൽ കുഞ്ചിക സ്ഥാനം വല്ലവരും വഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ രാജിവെക്കേണ്ടതാകുന്നു. ആ ഭരണഘടന യൂസുഫ് നബി വായിക്കാത്തതുകൊണ്ട് അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ തുടർന്നു. അല്ലേ? ശരി. എവിടെയായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം? ബാപ്പയുമായി, കുടുംബവുമായി കൂട്ടിമുട്ടി അവിടേക്ക് കൊണ്ടുവന്നു. അവിടെ അവർക്ക് സുഖമായി സുഭിക്ഷമായി താമസിക്കാനുള്ള എല്ലാ സമ്പത്തും നൽകി. അങ്ങനെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ സഹോദരങ്ങളായി, ബാപ്പയായി, ഉമ്മയായി വിരാജിച്ച ആ ആളുകളാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫറോവ വംശത്തിലെ പ്രമാണിമാരുടെ, രാജാക്കന്മാരുടെ, നേതാക്കന്മാരുടെ എച്ചിൽ തിന്നുന്നവരായി, വിഴുപ്പലക്കുന്നവരായി, അടിമകളായി മാറുന്നത്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ സൂറത്തുൽ ഇസ്രാ നിങ്ങൾ വായിച്ചു നോക്കണം, ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ശരി, അങ്ങനെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ രാത്രി ആ ഇസ്രായേൽ സമൂഹം ഇറങ്ങുകയാണ്. വിവരമറിഞ്ഞു. അടുക്കളകളിൽ നിന്ന്, ഇടനാഴികകളിൽ നിന്ന്, കടകളിൽ നിന്ന്, കമ്പോളങ്ങളിൽ നിന്ന്, പാറാവ് നിൽക്കുന്ന കൃഷിക്കളങ്ങളിലെ മാടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ അടിമകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിവരമറിഞ്ഞ് ഫറോവയും സുസജ്ജമായ പട്ടാളവും അവരുടെ പിറകെ ഓടി അവരടുത്തെത്താറാകുമ്പോൾ അവർ കടപ്പുറത്തെത്തിക്കഴിഞ്ഞു. മുന്നിൽ ആർത്തലക്കുന്ന തിരമാല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ്രിബി അസാക്കൽ ബഹർ, കടലിൽ വടികൊണ്ടടിച്ചാൽ എന്താ സംഭവിക്കുക? വടി അങ്ങ് താന്നു പോകും. പക്ഷേ വടി താന്നു പോവുകയല്ല ഉണ്ടായത്. പിന്നെയോ വെള്ളം മലത്തിണ്ണ പോലെ മാറി നിന്നു. ത്വരീഖൻ യബസ, ഉണങ്ങിയ വഴി. വടിയും കുത്തിപ്പിടിച്ച് കടലിലൂടെ നടന്ന് എല്ലാ അടിമകളും രക്ഷപ്പെട്ടു എന്നും സുസജ്ജമായ പട്ടാളമായ ഫറോവയും കൂട്ടരും എല്ലാവരും മുങ്ങിച്ചെത്തു എന്നും കോമൺ സെൻസ് ഇല്ലാത്ത ഖുർആൻ പരിഭാഷകന്മാർ. നടക്കുമോ? സുസജ്ജമായ പട്ടാളം മുഴുവൻ മുങ്ങിച്ചെത്തു. എങ്ങനെ? വടിയും കുത്തി പിടിച്ചിട്ട് വീണുപോയി. ഒരു പരിചയമില്ലാത്ത ഈ അടിമകൾ എല്ലാവരും രക്ഷപ്പെട്ടു. എന്തിനാ? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചു. എന്താ? എൻ്റെ ഖുർആൻ പരിഭാഷ EMS വായിച്ചാൽ എന്താ പറയാ, കോവൂര് വായിച്ചാൽ എന്താ പറയാ, അത് ഷെയ്മല്ലേ. ഇതാണ് ഖുർആന് ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനം നൽകുന്നവൻ്റെ ഗതി. ശരി, രക്ഷപ്പെട്ടു. ഒരു രാജകീയമായ പാത ആലോചിച്ച് നോക്കണം. വെള്ളത്തിൻ്റെ മതിൽ,
വെള്ളത്തിൻ്റെ മതിൽ. ആ മതിലിൻ്റെ നടുവിലൂടെ പാവപ്പെട്ട ഇസ്രായേൽ മക്കൾ, തൗഹീദിൻ്റെ ചെറുമക്കൾ നടന്നു പോകുന്ന കാഴ്ച ഒന്ന് മനസ്സിൽ ഓർത്തു നോക്കിക്കേ. എന്തൊരു രോമാഞ്ചമായിരിക്കും അല്ലേ? ലോക ചരിത്രത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ വൻമതിലിൻ്റെ നടുവിലെ, കടലിൻ്റെ നടുവിലെ രാജപാത. അവരങ്ങ് ചെന്നു. ഇവർ ആ വഴി കണ്ട് ഒന്നിച്ച് ഇറങ്ങി. നടുവിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം വെള്ളം തമ്മിൽ ചേർന്നു. എല്ലാ ഫിർഔനടക്കമുള്ള സകല കിങ്കരന്മാരും അതിൽ മുങ്ങിച്ചെത്തു. ആ രക്ഷപ്പെട്ടതിൻ്റെയും മുങ്ങിച്ചെത്തതിൻ്റെയും സന്തോഷമാണ് മുഹറം 10 നമ്മൾ ആഘോഷിക്കുന്നത്. ഇസ്ലാമിലെ സന്തോഷ പ്രകടനം എങ്ങനെയാ? പട്ടിണി കിടന്നിട്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടോ? ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? പട്ടിണി കിടക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജന്മദിനം എന്താണ്? പട്ടിണി കിടക്കലാണ്. തിങ്കളാഴ്ച നോമ്പ് നിൽക്കലാണ്. 52 നബിദിനമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ഒരു നബിദിനമാണ് സമസ്തക്കുള്ളത്. ഒരു നബിദിനം. എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നിൽക്കണം. ശരി, അവർ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഒരു 40 കൊല്ലത്തോളം മരുഭൂമിയിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് കഴിഞ്ഞുകൂടാനാണ് പടച്ചതമ്പുരാൻ തീരുമാനിച്ചത്. എന്താ ഇസ്ലാമിൻ്റെ ലക്ഷ്യം? ഭരണത്തിൻ്റെ സംസ്ഥാപനം എന്ന് ജമാഅത്തെ ഇസ്ലാമി. ഭരണം കിട്ടാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കോഴ്സാണ് നമസ്കാരം എന്ന് ജമാഅത്തെ ഇസ്ലാമി. ഭരണമില്ലെങ്കിൽ മതമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ടോ അവിടെ അതാ ഈജിപ്ത് ഒഴിഞ്ഞു കിടക്കുന്നു. രാജാവില്ലാതെ രാജകൊട്ടാരം, സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. എന്നാ മക്കളെ വരി, നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാം, വരി, അങ്ങോട്ട് പോവുക. ഈജിപ്തിലേക്ക് പോയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും? ഇല്ല. കാരണം മൗലാന മൗദൂദി ആയിരുന്നില്ല മുഹമ്മദിന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ശരി, അവർ 40 കൊല്ലം മരുഭൂമിയിൽ നടന്നു. മേഘം തണലിട്ടു, മന്നും സെൽവയും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി. സൂറത്തുൽ ബഖറ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ മക്കളും അവിടെ കഴിഞ്ഞുകൂടി. ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രംഗം എന്തെന്ത് അക്രമ മർദ്ദന പരമ്പരകളാണ് ഫിർഔനും കൂട്ടരും അഴിച്ചുവിട്ടത്. എന്നിട്ട് എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? തിരിച്ചടിച്ചോ? തിരിച്ചോടിച്ചോ? കൊഞ്ഞനം കാട്ടിയോ? പ്രതിരോധിച്ചോ? പ്രതിഷേധിച്ചോ? ഇല്ല. എന്താ പറഞ്ഞത്? വിപരീതമായി കൈകാലുകൾ കൊത്തി നുറുക്കും. എന്നിട്ട് ഈത്തപ്പന തണ്ടുകളിൽ തൂക്കിയിടും. അല്ലേ? എന്താ പറഞ്ഞത് അവർ? ഫഖ്ലി മാ അൻത ഖാദ്, വിധിക്കാനുള്ളതൊക്കെ നീ വിധിച്ചോ. ഈ ദുനിയാവിലല്ലേ നിനക്ക് വിധിക്കാൻ പറ്റും. ഞങ്ങൾ റബ്ബിങ്കിലേക്ക് പോകാൻ തീരുമാനിച്ചവർ. ആരാ പറഞ്ഞത്? 5 മിനിറ്റ് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവർ. 5 മിനിറ്റ് മുമ്പ് അവരാരായിരുന്നു? ബിഇസ്സതിക്, ഫിർഔനെ അങ്ങയുടെ പ്രതാപം കൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞിട്ട് കയറുകളെ മൈതാനത്തിട്ട് വലിയ ഭീമാകാരമായ പാമ്പുകളാക്കി മാറ്റിയ ആ വിചാരത്തിൻ്റെ അപ്പോസ്തലന്മാർ. പേടിച്ചു നിന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, വടി നിലത്തിട്. ആ വടി അങ്ങ് പാമ്പായി എല്ലാ പാമ്പുകളെയും വിഴുങ്ങി. അപ്പം അവർക്ക് മനസ്സിലായി, ഇത് വടിയല്ല, ഇത് പാമ്പല്ല, ഇത് മൂസാ നബിയല്ല, അള്ളാഹുവിൻ്റെ മോചിതത്താണ്. അപ്പോഴാണ് അവർ പറയുന്നത്, ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങൾ ഞാൻ സമ്മതം നൽകുന്നതിന് മുമ്പ് വിശ്വസിക്കുകയും കൊന്നുകളയും. കൊന്നോ എന്ന് പറഞ്ഞു. ആ സമൂഹം വീര്യം നേടി 40 കൊല്ലം മരുഭൂമിയിൽ ട്രെയിനിങ് കിട്ടി ഉഷാറായി ജീവിച്ച ആ സമൂഹം കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെ നാം കാണുന്നത് വീണ്ടും അതേപോലെ പഴയ നിലവാരത്തിലേക്ക് തരം താഴ്ന്ന് അധപ്പതിച്ച്. അപ്പോഴാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജാവിനെ നിയോഗിക്കുന്നത്. അപ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത്.